സുർജിത്ത്, പുഞ്ചിരിമട്ടത്തെ രക്ഷാദൗത്യം ഏതാണ്ട് നിർത്തിവെക്കേണ്ടി വരുന്നു. അത് അവിടെ മണ്ണിടിച്ചിലടക്കമുള്ള പ്രശ്നമാണ്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ കോടയൊക്കെ കാണുന്നുണ്ട്. രക്ഷാദൗത്യം ഇന്നലത്തേതുപോലെ തന്നെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രകൃതി അനുവദിക്കുന്നുണ്ടോ സുർജിത്ത്? എന്ന പ്രദേശം തന്നെയാണ് ഈ പ്രഭവ കേന്ദ്രത്തിന്റെ ഏതാണ്ട് ഒരു 500 മീറ്റർ താഴെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തിരച്ചിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, ആ വീടിന്റെ തൊട്ട് താഴെ ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിന്റെ ഭാഗത്തേക്കാണ് ഈ കെട്ടിടം പൂർണ്ണമായും അടിഞ്ഞിരിക്കുന്നത്. അവിടെ രണ്ട് മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള രണ്ടുപേരെ കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് എന്ന കരുതലിലാണ് ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിവിധ സന്നദ്ധ സംഘടനകൾ, സൈനികർ, അതോടൊപ്പം തന്നെ പോലീസ്, മറ്റ് സംവിധാനങ്ങൾ, ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ, അങ്ങനെ വിവിധ തരത്തിലുള്ള ആളുകൾ, എല്ലാ തരത്തിലുള്ള ആളുകളും ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ്. ഇനി യന്ത്രം എത്തിച്ചിട്ടുണ്ട്. യന്ത്രസഹായം വഴിയാകും ഇനി തെരച്ചിൽ ഉണ്ടാവുക. വളരെ ഇവിടുത്തെ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് വളരെ തകർന്നു ഒരവസ്ഥയാണ്. അവിടെ റോഡ് മാർഗമാണ് അവിടേക്ക് ഇപ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രം ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ആ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലിനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഈ സാധനങ്ങൾ വലിച്ച് നീക്കുന്ന മനുഷ്യരുടെ കരുത്താണ് ഈ കാണുന്നത്. അതായത് വാഹനങ്ങളടക്കം അവിടെ അകത്തുപെട്ടിട്ടുണ്ട്. അങ്ങനെ അത് വലിച്ച് കയറ്റുന്ന ആ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മനുഷ്യരുടെ കരുത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ മനുഷ്യർ മുതൽ ഉദ്യോഗസ്ഥരും സൈനികരും വരെ ഇവിടെയുണ്ട്. അതാണ് നമുക്ക് ഈ മേഖലയിൽ കാണാൻ കഴിയുന്നത്. കാരണം അത്രമാത്രം സങ്കീർണമാണ് ഈ മേഖലയിലെ രക്ഷാപ്രവർത്തനം എന്നതിന്റെ ഏറ്റവും വലിയ കാഴ്ച ഇത് തന്നെയാണ്. പുഞ്ചിരിമട്ടത്ത് അവിടെ ദൃശ്യങ്ങൾ, അവിടെ ദൗത്യം തുടരുകയാണ്. ഇപ്പോഴും പുഞ്ചിരിമട്ടത്തെ രക്ഷാദൗത്യം താൽക്കാലികം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു മണ്ണിടിച്ചിൽ തുടർന്ന്. പുഞ്ചിരിമട്ടത്തെ താഴെ ഒരു വീടുണ്ട്, ആ വീടിന് താഴെ ഒരു കുളമുണ്ട്. ഈ വീട് അതിലേക്ക് ഒലിച്ച് അങ്ങോട്ടേക്ക് പോയി അവിടെ 2 മൃതദേഹങ്ങൾ ഉണ്ടാകുമെന്ന് ആശങ്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത് തിരയുകയാണ് അവിടെ. അതിനുവേണ്ടിയുള്ള രക്ഷാദൗത്യം പൂർണ്ണാർത്ഥത്തിൽ തന്നെ പുരോഗമിക്കുന്നു. പുഞ്ചിരിമട്ടത്തടക്കം മുണ്ടക്കയിലടക്കമുള്ള രക്ഷാദൗത്യം പൂർണ്ണമായി തന്നെ പുരോഗമിക്കുന്നത്. വിജയകുമാർ ശരിയാണ്. വിജയകുമാർ, ഈ കാലാവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? കോടമഞ്ഞ് കണ്ടു, മഴ പെയ്യുന്നുണ്ട്. ഇന്നലത്തേതുപോലെ തന്നെ കാര്യക്ഷമമായി പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രകൃതി സമ്മതിക്കുന്നുണ്ടോ വിജയകുമാർ? ഒരു മഴയ്ക്ക് കോപ്പ് കൂട്ടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് ആശങ്കയുളവാക്കുന്നതാണ്. വലിയ മഴക്കാർ വീണ്ടും മാനത്തുണ്ട്. അത് ആകെ മൂടലാവുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്തായാലും ഒരു ആശ്വാസമുള്ളത്, ഇതുവരെ ഇപ്പോൾ റെഡ് അലേർട്ട് ആണെങ്കിൽ പോലും ഇതുവരെ കാര്യമായ മഴ പെയ്തിട്ടില്ല ഈ പകല് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ എന്നത് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഈ പകല് കുറെ കൂടി പ്രയോജനകരമായി ആ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. റിസൾട്ട് ഉണ്ടാകുന്ന തരത്തിൽ ആ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് സൂചന. ഇപ്പോൾ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ജോലികൾ ഒരേ സമയം നടക്കുന്നത്. പുഴയിലെ പരിശോധന, പാലത്തിന്റെ നിർമ്മാണമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. വലിയ പാറ കഷ്ണങ്ങൾ, വലിയ പാറകളൊക്കെ ഇവിടെ നിന്ന് ആ പുഴയിൽ നിന്ന് മാറ്റി അത് കരയിൽ വേറൊരു ഭാഗത്തേക്ക് തന്നെ ഈ മെഷീനുകളുടെ സഹായത്തോടെ, മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായത്തോടെ മാറ്റുകയാണ്. ഒപ്പം ഈ പുഴയിൽ ആളുകൾ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നറിയാനുള്ള പരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പുഴയുടെ ഒഴുക്ക് സ്വാഭാവികമാക്കാൻ വേണ്ടി മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ജോലികൾ ഒരേ സമയം ഇവിടെ നടക്കുന്നുണ്ട്. ചൂരൽമലയിൽ നടക്കുന്നുണ്ട്. ഈ പാലത്തിലൂടെയുള്ള ഗതാഗതത്തിന് വേണ്ടി കാര്യങ്ങൾ വേഗത്തിലാക്കുക എന്നതാണ് ഇപ്പോൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു ജോലി. ഇന്ന് സൈന്യം വൈകുന്നേരത്തിന് മുമ്പ് അത് പൂർത്തിയാക്കി കൈമാറുമെന്നാണ് സൈന്യം അറിയിച്ചിരുന്നത്. പക്ഷേ കുറച്ചുകൂടി നേരത്തെ അത് കൈമാറിയേക്കുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിനും ഒക്കെ ശേഷം അദ്ദേഹം ഉച്ചയോടുകൂടിയെങ്കിലും ഇവിടേക്ക് എത്തും, ഈ ഭാഗത്തേക്ക് എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ന് ഈ വാഹന ഗതാഗതമൊക്കെ ഇവിടെ കാര്യമായി നിയന്ത്രിച്ചിട്ടുണ്ട്. ഈ ആംബുലൻസുകൾ കോള് കിട്ടുന്നതിനനുസരിച്ചാണ്, ആംബുലൻസ് എന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള വിളി അനുസരിച്ചാണ് അവർ ഇവിടേക്ക് താഴേക്ക് വരുന്നത്. അതല്ലാതെ ഇവിടെ നിരനിരയായി ആംബുലൻസുകൾ ഇട്ട് ഒരു റോഡ് ബ്ലോക്കായി ആർമിയുടെ മറ്റ് രക്ഷാപ്രവർത്തകരുടെ നീക്കങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടൽ ഇന്നില്ല. അത് ഒരു ജില്ലാ ഭരണകൂടം ഇന്നലെ അക്കാര്യത്തിൽ കർശന നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതുവരെ 4 മൃതദേഹമാണ് മുകളിൽ നിന്ന്, അതായത് മുണ്ടക്കൈ അടക്കമുള്ള ഭാഗത്തു നിന്ന് കണ്ടെത്തിയതായി നമുക്കറിയാൻ കഴിയുന്നു. ഇവിടേക്ക് കൊണ്ടുവന്നതും ഇതുവഴി 3 മൃതദേഹം കൊണ്ടുവന്നു. ഒന്ന് ചാലിയാറിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. അതിൽ ഇനിയിപ്പോൾ എന്താണ് ഈ തെരച്ചിലിന്റെ അടുത്ത നീക്കങ്ങൾ, എങ്ങനെയൊക്കെ പരിശോധന മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിലൊക്കെ ഒരുപക്ഷെ ഈ സർവകക്ഷി യോഗം മുഖ്യമന്ത്രി